അവര് ജാസ്മിനും ഗബ്രിയും ഉള്ള കാരണമാണ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരും കൂടി ഇല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും പ്രതീക്ഷ ഉണ്ട്, പക്ഷെ എന്താന്നറിയില്ല. അവരൊരു ജാസ്മിനും ഗബ്രീനും അവരുടെ കാട്ടിക്കൂട്ടലാണ് ശരിക്കും പറഞ്ഞാല് ഒരു ഇത്. കാരണം അവരെ അസൂയപ്പെടുത്താണ് അവരുടെ കാട്ടിക്കൂട്ടല് മറ്റുള്ള ഇതിന്. അപ്പൊ കൂടുതൽ ആൾക്കാർ എന്താണ് ഇവരുടെ പ്രേമം. ജാസ്മിന് യൂട്യൂബിൽ കാണുമ്പോൾ നല്ല 1M ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ ജാസ്മിന് ആദ്യം ഇഷ്ടപ്പെട്ടവര് ഗബ്രി ജാസ്മിൻ അതൊരു അവരൊരു എന്താണ് കളി തന്നെ അറിയില്ല. ഗബ്രീനെ ജാസ്മിനെ ഇഷ്ടമാണ്. ഇഷ്ടല്ലേ? ഏറ്റവും ഇഷ്ടമില്ലാത്ത അപ്പോൾ ഞങ്ങൾ നമ്മൾ ബിഗ് ബോസിൽ നിന്നും ഫസ്റ്റ് ടൈം ഒരു തീപ്പൊരി മാറിച്ച രതീഷാണിത്. രതീഷിനെ കണ്ടുന്നല്ലേ? രതീഷിനെ അവർ കണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഇവരാണ് കാണിച്ചത് രാത്രി പോണ സമയത്ത്. ഹലോ ചങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാന്നുള്ളതും അതോടൊപ്പം തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാന്നുള്ളതാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂരുള്ള ഒരുപാട് പേര് ഇവിടെ പ്രത്യേകിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടാവും ബിഗ് ബോസ് കാണുന്ന. അപ്പോൾ ബിഗ് ബോസ് കാണുന്നവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതോടൊപ്പം തന്നെ സ്പെഷ്യലി ആയിട്ട് അവർക്ക് ആരെക്കുറിച്ചാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് പറയാനുള്ളതും. പിന്നെ അതോടൊപ്പം തന്നെ ഈ വിവാദങ്ങൾ നമുക്കറിയില്ല, പല അടിപിടി പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസിൽ പല വലക്കകളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ചോദിച്ചു നോക്കാം ആർക്കൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത്. ചേച്ചി നമസ്കാരം. ബിഗ് ബോസ് കാണാറുണ്ട് ചേച്ചി? കാണാറുണ്ട്. ഉണ്ടല്ലേ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ജാസ്മിന് ഇഷ്ടമാണ്. ഗബ്രി ഇഷ്ടമാണ് അല്ലേ? പ്രതീക്ഷയുള്ള കണ്ടസ്റ്റന്റ് ആണോ ഫൈനലിൽ എത്തുന്നുള്ളത്? ഫൈനലിലെത്തുന്നത് അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ലല്ലോ. ജാസ്മിൻ എന്തായാലും ഫൈനലിലെത്തും. എത്താൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ഉണ്ട്. മറ്റേ സിബിൻ ഔട്ടായത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. അവനും ഫൈനലിൽ എത്തേണ്ട ഒരാൾ തന്നെയായിരുന്നു. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ എത്രത്തോളം താല്പര്യമില്ലാത്ത കണ്ടസ്റ്റന്റ് ഏതാണ്? താല്പര്യമില്ലാത്തത് കുറെ പേര് അങ്ങനെ വലുതായിട്ട് ആക്റ്റീവ് അല്ലാത്ത കുറെ പേരുണ്ട്. ചേച്ചിക്ക് പറഞ്ഞ പോലെ തന്നെ ജാസ്മിനിലൊരു ജാസ്മിനും അതുപോലെ നമ്മുടെ എന്താ പേര് ഋഷിയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കാണുന്നതാണ്. അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈനിൽ കാണും, ഹോട്ട്സ്റ്റാറിൽ കാണും, അല്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഇടുമല്ലോ അപ്പോൾ കാണും. മിസ് ചെയ്യാറില്ല അല്ലേ? മോള് കാണാറുണ്ടോ? മോള് എന്താ പേരെന്താ? റോബിൻ രാധാകൃഷ്ണന്റെ ഫാനാണ് എല്ലാവരും. റോബിന്റെ ഫാനാ. സായി പുറത്തുനിന്ന് കാണുന്ന ഒരു ഇതില്ല, അകത്ത് കയറിയപ്പോ സൈലന്റ് ആയ പോലെ തോന്നി. പുറത്ത് ഇവരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്ന ആളാണല്ലോ. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അതിലൊരു കണ്ടസ്റ്റന്റ് ആയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര വരുന്നില്ല. ജിൻഡോന്റെ അഭിപ്രായം? ജിൻഡോ ഒരു മൊത്തത്തില് കുഴപ്പമില്ല. എന്നാലും ചില സമയത്ത് ഒരു നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്, പക്ഷെ എന്റർടൈനറും ആണ്. രണ്ട് രീതിയിൽ പോകുന്നുണ്ട്. ഏതായാലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ജാസ്മിനും ഗബ്രി ഒക്കെയാണ്. ജാസ്മിൻ, ഗബ്രി, ഋഷിന് ഇഷ്ടമാണ്. അവര് ജാസ്മിനും ഗബ്രി ഉള്ള കാരണമാണ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരും കൂടി ഇല്ലെങ്കിൽ ജാസ്മിന് യൂട്യൂബിൽ കാണുമ്പോൾ നല്ല 1M ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ ജാസ്മിന് ആദ്യം ഇഷ്ടപ്പെട്ടവര് ഇത് കണ്ടപ്പോൾ ഇഷ്ടം പോയി എന്നൊക്കെ പറയുന്ന അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സുമിത. ഗുരുവായൂരാണ് ഞങ്ങളുടെ വീട് അടുത്ത് തന്നെയാണ്, ഇവിടെ ചൊവ്വല്ലൂര്. അപ്പൊ എന്തായാലും ഒരു എന്താ പറയാ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ചേച്ചി പറഞ്ഞത്. ഫാമിലി ആയിട്ട് കാണുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ആയിക്കോട്ടെ, സന്തോഷം കണ്ടത്. ഫേവറേറ്റ് ആരാ ബിഗ് ബോസിൽ? ആരാ ഫേവറേറ്റ്? ജിൻഡോ ആണ്. ജിൻഡോനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? പൊളിച്ചു മൂപ്പര്. പിന്നെ ആരാ ഇഷ്ടം? ഗബ്രിയോ? ഇല്ല, ഇഷ്ടമല്ല. എന്താ പേര്? ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടാ? ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? അർജുനാണ്. ജാസ്മിനെ കുറിച്ച് എന്താ മോളെ അഭിപ്രായം? ഇഷ്ടല്ലേ? മോനോ? ജാസ്മിന് ഇഷ്ടമില്ല. അതെന്താ പറയുള്ളത്? ജാസ്മിൻ കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ് ആള്. പ്രതീക്ഷ ഉണ്ടോ?
പ്രതീക്ഷ ഉണ്ട്. ജാസ്മിനും ഗബ്രിയും പ്രതീക്ഷ ഉണ്ട്. പക്ഷെ എന്താന്നറിയില്ല, അവരൊരു നിങ്ങൾ കാണലുണ്ട്. ജാസ്മിനും ഗബ്രീനും അവരെ കാട്ടിക്കൂട്ടലാണ് ശരിക്കും പറഞ്ഞാല് ഒരു ഇത്. കാരണം അവരെ അസൂയപ്പെടുത്താണ് അവരുടെ കാട്ടിക്കൂട്ടല് മറ്റുള്ള ഇതിന്. അപ്പൊ കൂടുതൽ ആൾക്കാർ എന്താണ് ഇവരെ പ്രേമം പോലെയാണ് അവരുടെ പരിപാടികള്. അപ്പൊ അതിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കും. ജിൻഡോ ഭയങ്കര കളിക്കാരനാണ്, ഭയങ്കര കോമഡി. അവനെ ഒരു ഇതാക്കാൻ വേണ്ടിട്ടാണ് ഇവർ രണ്ടാം കൂടിയിട്ട് ചെയ്ത് കൂട്ടണത്. സിബിൻ ഇറങ്ങിയപ്പോ പറഞ്ഞിട്ടില്ല. സിബിൻ ജാസ്മിനെ പൊളിക്കാച്ച് വന്നതായിരുന്നു, പക്ഷെ അവിടെ അത് നടന്നില്ല. അതാണ് ഉണ്ടായത്. ഒരുപാട് പ്രതീക്ഷയായിട്ട് വന്നതായിരുന്നു, എല്ലാം വെല്ലുവിളിച്ച് വന്ന ഒരാളായിരുന്നു. പക്ഷെ അത് അവിടെ നടക്കാൻ പറ്റില്ല അവനിക്ക്. ജാസ്മിനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത്. ജാസ്മിൻ നല്ല ഉഷാറാണ്, അവള് കളിക്കാനായാലും എന്തായാലും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ താഴ്ത്തണം എന്നുള്ള നിലക്കാണ് ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജാസ്മിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള 6 പേര് വന്നുള്ളത്. അതില് എന്നുവെച്ചാല് അവർ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ജാസ്മിനെ അവര് പുറത്താക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുമെന്നുള്ളത്. പക്ഷെ കളി കണ്ടു നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ജാസ്മിന് ഇപ്പോൾ കുറേ വാണിയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാലും ജാസ്മിനാണ് ശരിക്ക്, ജാസ്മിനും ഗബ്രീനുമാണ് അവിടെ ശരിക്ക് ആൾക്കാരെ ഒരു അസൂയപ്പെടുത്തിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് ചെയ്യണത്. പിന്നെ ഇപ്പോൾ നമ്മളാ മറ്റേ ഇപ്പം വന്നില്ല, എന്താ അത് കിട്ടിയില്ലേ, സിജോ. അവന് നല്ല ഒരു ക്യാരക്ടറാണ്. പക്ഷെ അവനിപ്പോൾ വന്ന് നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കുറേ പരിക്ക് അവനെ ഒരുപാട് ഇതാക്കി. ആ നിലയ്ക്ക് ഇനി അവനെ നമുക്ക് ആ സഹതാപം ഇതിലൂടെ ഒരു ഓട്ടിത്തരം കയറ്റിയാൽ അപ്പോൾ മാറാൻ ക്ലിക്കാവാൻ സാധ്യത ഉണ്ട് അല്ലേ? കണ്ട നിലക്ക് അങ്ങനെ വരും. കാരണം എന്താ വെച്ചാൽ അവൻ ഇപ്പോഴും പറയണെന്താ വെച്ചാൽ അവനെ അടിച്ചവനക്ക് മാപ്പ് കൊടുക്കണമെന്നാണ് അവൻ പറയുന്നത്. അവനിപ്പോഴും ഒരു വൈരാഗ്യം പറയണില്ല ഇത്രയും പരിക്ക് പറ്റിയിട്ട്. അപ്പോൾ നല്ല പരിക്കാണ്. അപ്പോൾ അവൻ്റെ അന്ന് തന്നെ അവനക്ക് സൗണ്ടൊക്കെ ആകെ ഇതായിട്ട് പോയി. അപ്പോൾ അവൻ്റെ നമുക്ക് എന്താ വെച്ചാൽ സഹതാപത്തോടെ ആൾക്കാർ ഇനി അവനെ ഇത് ചെയ്തുകൂടാന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ലൊരു ക്യാരക്ടറാണ് അവൻ കണ്ട നിലക്ക്. ഇപ്പോൾ മോഹൻലാൽ വിളിച്ചിട്ടാണ് വീണ്ടും വന്നുള്ളതെന്നൊക്കെ അല്ലേ പറയണത്. അപ്പോൾ ആ നിലക്ക് ഇനി അവന് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ട് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന കണ്ടസ്റ്റന്റുകൾ തന്നെ അതിൽ നിലനിന്ന് പോട്ടെ അല്ലേ മോളോ? അല്ലെ അർജുനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നമുക്ക് ആരോടും വ്യക്തിപരമായ ഒരു ദേഷ്യമല്ല. പിന്നെ നമ്മൾ അവിടെ കാണുന്നത് അതെ, നമ്മളൊരു ഗെയിം കാണാണ്. ആ ഗെയിമിൽ നമ്മൾ ഉള്ള അഭിപ്രായങ്ങളാണ് പറയണത് മാത്രം. അല്ലാതെ അവരില് ആരോ ഒരാൾ കൊണ്ടുപോകും, അതങ്ങനെ സാധാരണ ഉണ്ടാവാറ്. അതെ അതെ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, വളരെ സന്തോഷം. മോന് എന്താ പേര്? അതെ, പിന്നെ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഇഷ്ടപ്പെട്ടത് ആരെയാണ്? അർജുന് ഭയങ്കര ഇഷ്ടം. എന്താ ഇഷ്ടപ്പെടാൻ കാരണം? അർജുന്റെ സ്റ്റൈലൊക്കെ അർജുന്റെ സ്റ്റൈൽ ഇഷ്ടമാണോ? അർജുന്റെ ഗെയിമൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് ആരെയാണ്? ഗബ്രീനെ. ജാസ്മിനെ ഇഷ്ടമാണ്? ഇഷ്ടല്ലേ? ഹായ് ബ്രോ, സുഖല്ലേ? സുഖം. അപ്പം ബിഗ് ബോസിന്റെ ഒരു റിവ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വന്നതാണ്. എന്താ പേരെന്താ? എൻ്റെ ആദിത്ത്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? ഇപ്പോൾ സിജോ പിന്നെ ഇപ്പൊ തിരിച്ചു കയറിയല്ലോ, അപ്പോൾ സിജോനെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അവരാണ് മറ്റേ സിബിൻ ഉണ്ടായിരുന്നല്ലോ. സിബിൻ കുഴപ്പമില്ല, നല്ല പ്ലെയർ ആണ്. സിബിൻ പോയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിബിൻ പോയത് അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അയാൾ പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് പോയത്? ഒരു മെൻ്റൽ ഹെൽത്ത് വീക്കായതുകൊണ്ടാണ് പുള്ളി പോയതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പുള്ളി പുറത്തിറങ്ങിയിട്ടും ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിന് ഒരു കുഴപ്പം കാണുന്നൊന്നുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഏറ്റവും എന്താ പറയുക താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിലോ? താല്പര്യമില്ലായ്മ ഇപ്പോൾ ജിൻഡോന് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, എന്നാലും പുള്ളിയുടെ ഗെയിം അടിപൊളിയാണ്. പക്ഷെ പുള്ളി കളിക്കണ ഒരു രീതി അതൊരു കുറച്ച് ഡിഫറെന്റ് ആണ്. പിന്നെ എനിക്ക് ഗബ്രി ജാസ്മിൻ അവരിഷ്ടമില്ല. ഗബ്രി ജാസ്മിൻ അതൊരു അവരുടെ എന്താണ് കളിയോ തന്നെ അറിയില്ല. നമ്മുടെ ഇപ്പോൾ ഒരു ലവ് സ്ട്രാറ്റജി ആണോ എന്ത് സ്ട്രാറ്റജിയാണ് ഒരു സിറ്റുവേഷൻഷിപ്പ് ലെവലൊക്കെ കളിക്കണത്. ഇപ്പോൾ ഋഷിയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ, ചിലപ്പോ ഇപ്പൊ സിജോ കയറിയില്ലേ, ചിലപ്പോ സിജോ ജയിക്കാം. സിജോയുടെ കട്ട ഫാനാണ്. അതെ. പരിചയപ്പെട്ട സന്തോഷം. എവിടെ വീട്? ഇവിടെ ഗുരുവായൂരന്നെ. അപ്പൊ ബാക്കി നമുക്ക് ചാനലിൽ കാണാം. ബ്രോ, 2 വാക്ക്. എന്റെ ജിൻഡോ അത്ര ഇഷ്ടമാണ്. ആള് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും കളിച്ച് ജയിക്കും.
അത് ശരി. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഉണ്ട്, കപ്പടിക്കുന്ന പ്രതീക്ഷ ഉണ്ട്. ജാസ്മിനെ കുറിച്ച് എന്താ അഭിപ്രായം? അവരെ പറ്റിയ അഭിപ്രായമൊന്നുമില്ല. ഇല്ല, അത് കപ്പൊന്നും അടിക്കില്ല, കപ്പടിക്കില്ല. അത് ടൈം പാസിനൊന്നും പോലെ. എന്തായാലും സന്തോഷം. എന്താ പേരെന്നാ? അതുൽ. ഓക്കെ. അപ്പോൾ ബിഗ് ബോസ് നിങ്ങളൊക്കെ കാണാന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അത് ഒരു ഇപ്പോൾ 50 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇനി 50 ദിവസം കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാൻ ആരാ ജയിക്കുക എന്നുള്ളത്. ഓക്കെ.